ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം, ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാൻ. പാരിനെയല്ലെന്ന തന്നെ തീരവിസ്മരീക്ഷേ പൂർണ്ണമാകുമാനന്ദാബ്ധി തന്നിൽ മുങ്ങി പൊങ്ങി. അന്നു മുതൽ ജീവിച്ചേൻ ഞാനെന്നു മാത്രം ചൊല്ലാം. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. കേളിക്കൊണ്ടു കൂടെ കൂടെ താളുപോലെ നിന്മേ വാടിയാൽ ഞാൻ വന്നു വീശിയാടൽ തീർക്കും വേഗം. എന്തു ഭാഗ്യമെൻ്റെ ഭാഗ്യം, എന്തു രസമോർക്കാൻ. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. കെട്ടുപാടു മുഴുവൻ ഞാൻ വിട്ടുപോന്നുവെന്നാൽ കേട്ടപാടു ഭഗവാന്റെ മട്ടുമാറി കഷ്ടം. കൊട്ടയാട്ടി ചിദാനന്ദ കട്ടയെന്നെ ഏറെ. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. ക്രൂരകംസദൂതനൊത്തു ദൂരയാത്ര ചെയ്യുവാൻ കണ്ണനുണ്ണി പെട്ടെന്നൊരു പൊന്നുതേരിലേറി. വാണിടുന്നതാണൊടുക്കം രാധ കണ്ട കാഴ്ച. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. മന്ദമന്ദം കൂറപ്പെട്ടു നന്ദജന്റെ രഥം. രമ്യമാകുമതിൻ പിന്നിൽ എൻ മനോരഥവും. കൊത്തിവച്ച പാവക്കുട്ടി മട്ടിൽ നിന്നു രാധ. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. തേരു കാണാതായി കോടേ കൂറ കാണാതായി. രേണുപൂരം പൊന്തിയതു താണു കാണാതായി. കണ്ണിരുണ്ടു
മൂർച്ഛിച്ചു വീണുന്നുരുണ്ടു രാധ. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. അന്ധയാണു പെറ്റു വീണോരന്നു തന്നെ രാധ. കണ്ണനെന്തു കുറെ കാലം കണ്ണിനേകി കാഴ്ച. കണ്ണിലുണ്ണി മറഞ്ഞപ്പോൾ കണ്ണു വീണ്ടും പോട്ടി. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. അന്നു മുതൽ വീണ്ടും അന്ധ തന്നെയായി രാധ. രാധ തൻ കൺചൂന്നെടുത്തു മാധുര സ്ത്രീ ഭാഗ്യം. പാരുപതിന്നാലും അന്ധകാരമയമായി. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. പാരുപതിന്നാലും അന്ധകാരമയമായി. അന്നു മുതൽ വീണ്ടും അന്ധ തന്നെയായി രാധ. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി കൃഷ്ണ പാഹി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു. കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃൽ. കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ. കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 980 ദിവസത്തിലേക്കെത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം 12 സ്കന്ധത്തിൽ 12 അധ്യായത്തിൽ 19 ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. അതോടൊപ്പം ഇന്നലെ മുതൽ കുന്നംകുളത്തിനടുത്ത് പെരുമ്പിലാവ് ഇരട്ടക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചിരിക്കുന്നു. ഭക്തജനങ്ങളെ അവിടേക്ക് സാദരം ക്ഷണിക്കുന്നു. മറ്റൊരു സന്തോഷവാർത്ത കൂടി. തൃശ്ശൂർ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സത്രം ആരംഭിച്ചിരിക്കുന്നു. ആ സത്രത്തിൽ ഈ വരുന്ന 24 തീയതി വ്യാഴാഴ്ച കാലത്ത് 11:30 മുതൽ 1 മണി വരെയുള്ള 1.5 മണിക്കൂർ സമയം ശ്രീമദ് ഭാഗവതം രാസലീല എന്നുള്ള ഭാഗം അനുസ്മരിക്കാൻ, പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കാൻ ഭഗവാൻ ഈയുള്ളവന് അവസരം തന്നിരിക്കുന്നു. അപ്പോൾ തൃശ്ശൂരിന് അടുത്തുള്ള ആളുകൾ ഈ പ്രഭാഷണം കേൾക്കാൻ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്ര സന്നിധിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സാദരം ക്ഷണിക്കുന്നു. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 29 മുതൽ 37 കൂടിയുള്ള ഭാഗങ്ങൾ, പ്രത്യേകിച്ചും രാസലീല, യുഗളഗീതം തുടങ്ങിയ ഭാഗങ്ങളാണ് അനുസ്മരിക്കാനുള്ളത്. അപ്പോൾ ഭാഗവതത്തിൻ്റെ സാരലീലയായിരിക്കുന്ന രാസലീല കേൾക്കാൻ എല്ലാവരെയും തിരുവമ്പാടി ക്ഷേത്രത്തിലേക്കും സാദരം ക്ഷണിക്കുന്നു. ഇവിടെ 19
ശ്ലോകം ആരംഭിക്കുന്നത് അഷ്ടമസ്കന്ധത്തിലെ രംഗങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. മന്വന്തരാനുകഥനം ഗജേന്ദ്രസ്യ വിമോക്ഷണം മന്വന്തരാവതാരാശ്ച വിഷ്ണോർഹയശിരാദയ. മന്വന്തരങ്ങളുടെ വിവരണം. പിന്നെയോ ഗജേന്ദ്രസ്യ വിമോക്ഷണം, ഗജേന്ദ്രൻ്റെ ആ മുതലപ്പിടുത്തത്തിൽ നിന്നുള്ള രക്ഷപ്പെടൽ. ഭഗവാനെ അതിഗംഭീരമായി സ്തുതിച്ച ഗജേന്ദ്രൻ. ഗജേന്ദ്രൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെയൊക്കെ ജീവിത സത്യങ്ങളെ, ജീവിത യാഥാർത്ഥ്യങ്ങളെയാണ് ഗജേന്ദ്രൻ കാണിച്ചു തരുന്നത്. നമ്മുടെ അധികാരത്തിൻ്റെ, ധനത്തിൻ്റെ, സൗന്ദര്യത്തിൻ്റെയൊക്കെ പേരിൽ നമ്മൾ അഹങ്കരിക്കുമ്പോൾ, ഭഗവാനെ മറന്നു പോകുമ്പോൾ, ജീവിതത്തിൽ സംസാരക്കുണ്ടിൽ ചാടുന്ന അവസരത്തിൽ, കംസാരിയെ വിട്ടോടുന്ന അവസരത്തിൽ, എപ്പോഴെങ്കിലും ആ ദുരിതത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, ബുദ്ധിമുട്ടുകളുടെ മുതലപ്പിടുത്തത്തിൽ നമ്മൾ ആണ്ടാണ്ട് പോകുമ്പോൾ ഭഗവാനെ ഒന്ന് ഉറക്കെ വിളിച്ചാൽ ഭഗവാൻ ഓടിയെത്തി നമ്മളെ രക്ഷിക്കും എന്ന വളരെ വിശേഷമായിട്ടുള്ള ഒരു തത്വത്തെ ഗജേന്ദ്രമോക്ഷം അനാവരണം ചെയ്യുന്നു. നാരായണ അഖിലഗുരോ ഭഗവൻ നമസ്തേ എന്ന ആ 14 അക്ഷരങ്ങളിലൂടെ ഭഗവാനെ വിളിച്ചു കരഞ്ഞപ്പോൾ 14 ലോകങ്ങളുടെയും നാഥനായിരിക്കുന്ന ഭഗവാൻ ഓടിയെത്തി ആ ഗജേന്ദ്രനെ രക്ഷിക്കുന്നു. ഗജേന്ദ്രൻ്റെ കാലിൽ പിടിച്ച മുതലയ്ക്ക് പോലും മോക്ഷം കൊടുത്ത കാരുണ്യസ്വരൂപനാണ് ഭഗവാൻ. ഭക്തൻ്റെ കാലിൽ പിടിച്ചാൽ ഭഗവാനിലേക്ക് എത്താൻ സാധിക്കും എന്ന് ഈ മുതലയും ഭംഗ്യധര്യേണ നമുക്ക് പറഞ്ഞു തരുന്നു. അങ്ങനെയുള്ള ഗജേന്ദ്രൻ്റെ കഥ. പിന്നെ മന്വന്തരാവതാരാശ്ച വിഷ്ണോർഹയശിരാദയ, മന്വന്തരങ്ങളിലുണ്ടാകുന്ന ഭഗവാന്റെ അവതാരങ്ങൾ, വിഷ്ണുവിൻ്റെ ഹയഗ്രീവാവതാരം എന്നിവ അഷ്ടമസ്കന്ധത്തിൽ കാണിച്ചിരിക്കുന്നു. അതിനെ ഇവിടെ സൂതപൗരാണികൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. കൗർമ്മം, ധാന്വന്തരം, മാത്സ്യം, വാമനം ച ജഗൽപതേ, ക്ഷീരോദമഥനം തദ്വദമൃതാർത്ഥേ ദിവൗകസാം. അവിടെ അഷ്ടമസ്കന്ധത്തിലെ അവതാരങ്ങളെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറയുന്നു. കൗർമ്മം, ഭഗവാന്റെ കൂർമാവതാരം. പാൽക്കടലിൽ മന്ദരപർവ്വതത്തെ കടകോലാക്കി ദേവന്മാരും അസുരന്മാരും മഥനം ആരംഭിച്ചപ്പോൾ ദുർവാസസിൻ്റെ ശാപം കൊണ്ട് ജരാനരകൾ ബാധിച്ച ദേവന്മാരെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ച ഭഗവാൻ അവിടെ അവരെ കൊണ്ട് പ്രവൃത്തി ചെയ്യിപ്പിക്കാനും ആ പ്രവൃത്തിയുടെ ഫലം അവർക്ക് അനുഭവവേദ്യമാക്കാനും ഭഗവാൻ തീർച്ചപ്പെടുത്തി. അങ്ങനെ അവർ മഥനം ആരംഭിച്ചപ്പോഴാണ് കടകോലാകുന്ന മന്ദരപർവ്വതം ഈ സമുദ്രത്തിലേക്ക്, പാലാഴിയിലേക്ക് ആണ്ടാണ്ട് പോകുന്നത് മനസ്സിലാക്കി ഭഗവാനെ വിളിച്ചതും ഭഗവാൻ കൂർമ്മമൂർത്തിയായി അവതരിച്ച് ആ മന്ദരപർവ്വതത്തെ ഉയർത്തി ദേവന്മാരെ സഹായിച്ചതും. അജിതനായി ഭഗവാൻ അവതരിച്ചിട്ടുണ്ട്. ആ അവതാരത്തെ ഇവിടെ സ്മരിക്കണില്ല. പിന്നീടോ അതേപോലെ തന്നെ ധന്വന്തരിയായിട്ട് ഭഗവാൻ അവതരിച്ചു. ഈ പാലാഴി മഥനത്തിനിടയിൽ അമൃതകലശവുമായി എത്തിയ ധന്വന്തരി മൂർത്തി. 4 തൃക്കൈകൾ, ശംഖ്, ചക്രം, തൃണജളൂകം, അമൃതകലശം എന്നിവയുമായി ഭഗവാൻ എത്തിയത്. ഭഗവാന്റെ കയ്യിൽ നിന്നും അമൃതകലശം തട്ടിക്കൊണ്ടുപോകുന്ന അസുരന്മാരെ മോഹിപ്പിച്ചുകൊണ്ട് ഭഗവാൻ മോഹിനിയായി അവതരിച്ചത്. പിന്നെ ഭഗവാൻ മത്സ്യമായി അവതരിച്ചത്, വാമനനായി അവതരിച്ചത്. വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ച രംഗമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക ആദ്യം. പിന്നീടാണ് 9 അധ്യായങ്ങളിലൂടെ വാമനമൂർത്തിയുടെ അവതാരകഥ പറയുന്നുണ്ടെങ്കിൽ കേവലം ഒരധ്യായം കൊണ്ടാണ് മത്സ്യമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിക്കുന്ന രംഗം പറയണത്. മഹാബലിയുടെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കി ആ നിഷ്കളങ്ക ഭക്തനെ അനുഗ്രഹിക്കുന്ന ഭഗവാന്റെ കാരുണ്യം ആണ് വാമനമൂർത്തിയുടെ കഥയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. തനിക്ക് എല്ലാം സമർപ്പിച്ച തൻ്റെ പ്രിയ ഭക്തൻ പ്രഹ്ലാദൻ്റെ പൗത്രനായ ബലിയെ മഹാബലിയാക്കി ഭഗവാൻ അനുഗ്രഹിച്ചു എന്ന് മാത്രമല്ല, എല്ലാം തനിക്ക് നൽകിയ ആ ഭക്തൻ്റെ കൊട്ടാരത്തിൻ്റെ കാവൽക്കാരനായി ഗോപുരദ്വാരത്തിൽ സദാ ഗദാധാരിയായി നിൽക്കുന്ന ഭഗവാന്റെ ആ
കണക്കില്ലാത്ത കാരുണ്യത്തിൻ്റെ കടൽ തിരമാലകളെയും നമുക്ക് വാമനമൂർത്തിയായിട്ടുള്ള അവതാരത്തിൽ കാണാൻ സാധിക്കും. പിന്നീട് ആ ബലിയെ അനുഗ്രഹിക്കണു. സുതലം എന്ന ലോകം നൽകി അവിടേക്ക് പറഞ്ഞയക്കണു. ദേവേന്ദ്രന് സ്വർഗലോകവും ബലിക്ക് സുതലവും നൽകിയ ഭഗവാൻ ദേവേന്ദ്രൻ്റെ കാവൽക്കാരനായിട്ടല്ല നിന്നത്, മറിച്ച് അസുരേന്ദ്രനായിരിക്കുന്ന ദൈത്യേന്ദ്രനായിരിക്കുന്ന ബലിയുടെ കാവൽക്കാരനായിട്ട് നിൽക്കുന്നു. ഭക്തവാത്സല്യത്തിൻ്റെ അനുപമമായ കഥ വാമനമൂർത്തിയായിട്ടുള്ള അവതാരം. പിന്നെ മത്സ്യമായിട്ട് അവതരിച്ചത് സത്യവ്രതൻ എന്ന രാജർഷിയുടെ കൈക്കുടന്നയിൽ കൃതമാലാ നദിയുടെ ആ വെള്ളമെടുത്ത് പിടിച്ചപ്പോൾ കൈക്കുടന്നയിൽ അവതരിച്ച കാരുണ്യസ്വരൂപൻ മത്സ്യമൂർത്തി. പിന്നീട് ഈ ഭൂമി മുഴുവൻ പ്രളയജലത്തിനടിയിലായപ്പോൾ ഭൂമിയാകുന്ന ആ വഞ്ചിയിൽ കയറിയ സത്യവ്രതനെ അനുഗ്രഹിച്ചും കൊണ്ട് നൽകിയ ഉപദേശം മത്സ്യപുരാണം. ആ കപടമത്സ്യമൂർത്തിയെ നമസ്കരിച്ചും കൊണ്ടാണ് നമ്മളും അഷ്ടമസ്കന്ധം സമർപ്പിച്ചത്. ജിംഹമീനം നതോസ്മി എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെയോ ദേവാസുരമഹായുദ്ധം, രാജവംശാനുകീർത്തനം, ഇക്ഷ്വാകുജന്മ തദ്വംശ സുദ്യുമ്നസ്യ മഹാത്മന, സൂര്യവംശാനുകഥനം, ശശാദാദ്യ നൃഗാദയ. 2 ശ്ലോകങ്ങളിലൂടെ അതും പറഞ്ഞു. എന്താ അവിടെ പറഞ്ഞത്? ദേവന്മാരും അസുരന്മാരും തമ്മിലുണ്ടായ മഹായുദ്ധം. ഇത് അഷ്ടമസ്കന്ധത്തിലാണ് പറയണത്. ഇനി നവമസ്കന്ധത്തിലേക്ക് കിടക്കുകയാണ്. ദേവന്മാരും അസുരന്മാരും തമ്മിലുണ്ടായ യുദ്ധം അത് എപ്പോഴാ? വാമനമൂർത്തി ബലിയെ തോൽപ്പിച്ച ആ അവസരത്തിലാണ്. അപ്പോൾ ബലി എന്താ പറയണത്? നമുക്ക് തന്നതും ഭഗവാൻ, തിരിച്ചെടുത്തതും ഭഗവാൻ, ഉത്തമനായ ഭക്തൻ. അത് കഴിഞ്ഞ് രാജവംശാനുകീർത്തനം, നവമസ്കന്ധം രാജവംശങ്ങളെക്കുറിച്ചാണ്. ഈശാനുകഥ എന്ന ഭാഗവത ലക്ഷണത്തെ കാണിക്കുന്ന നവമസ്കന്ധം. അതേപോലെ തന്നെ ഇക്ഷ്വാകുജന്മ തദ്വംശ സുദ്യുമ്നസ്യ മഹാത്മന, ഇക്ഷ്വാകു മഹാരാജാവിൻ്റെ ജനനം, ആ വംശത്തിൽ ജനിച്ച ആളുകൾ, അതിൽ തന്നെ സുദ്യുമ്നൻ്റെ കഥ. ഇളയെന്നു പേരുള്ള സ്ത്രീയായിട്ട് ജനിച്ചു, പിന്നീട് സുദ്യുമ്നനായി, വീണ്ടും ഇളയായി, വീണ്ടും ഒരു മാസം സുദ്യുമ്നനായും മറുമാസം ഇളയായും ജീവിച്ച കഥ. അതൊക്കെ നമുക്ക് ഓർമ്മിപ്പിക്കാൻ ഈ ഒരു വരിയിലൂടെ സാധിക്കണു. അതേപോലെ തന്നെ താരയുടെ കഥ, സൂര്യവംശത്തിൻ്റെ ഉൽപ്പത്തി, ശശാദൻ, നൃകൻ തുടങ്ങിയ രാജാക്കന്മാരുടെ വളരെ വിശേഷമായിട്ടുള്ള കഥയും അവിടെ സൂചിപ്പിച്ചു. സൗകന്യം ചാധശര്യാതേ കകുൽസ്ഥസ്യ ച ധീമത ഘട്വാംഗസ്യ ച മാന്ധാതു സൗഭരേ സഗരസ്യ ച രാമസ്യ കോസലേന്ദ്രസ്യ ചരിതം കിൽബിഷാപഹം നിമേരംഗപരിത്യാഗോ ജനകാനാം ച സംഭവാം. ശര്യാതിരാജാവിൻ്റെ കഥ. ആ കഥ പറയുമ്പോഴാണ് സുകന്യ എന്ന സതീരത്നത്തിൻ്റെ കഥ അവിടെ പറയണത്. അവിടെ ച്യവന മഹർഷിയെ വിവാഹം ചെയ്തതും ആ സുകന്യയുടെ പാതിവൃത്യത്തിൻ്റെ ശക്തി കൊണ്ട് സുകന്യയ്ക്ക് ആ വൃദ്ധനായ ച്യവനിൽ നിന്നും അതിസുമുഖനായ യൗവനയുക്തനായ ഒരു ച്യവനനെ അശ്വിനീദേവന്മാരുടെ അനുഗ്രഹം കൊണ്ട് ലഭിച്ചതായിട്ടുള്ള കഥ. പിന്നെ അത് കഴിഞ്ഞിട്ടോ ബുദ്ധിമാനായ ഘട്വാംഗൻ്റെയും മാന്ധാതാവിൻ്റെയും കഥ. അതേപോലെ സൗഭരി, സഗരൻ തുടങ്ങിയവരുടെ കഥ അവിടെ പറഞ്ഞു. സൗഭരേ സഗരസ്യ ച. പിന്നെയോ രാമസ്യ കോസലേന്ദ്രസ്യ ചരിതം കിൽബിഷാപഹം. എന്താണ് ശ്രീരാമചന്ദ്രസ്വാമിയുടെ, കോസലപതിയുടെ, അയോധ്യാപതിയുടെ ആ പാപങ്ങളെ മുഴുവൻ ഇല്ലാതെയാക്കുന്ന ചരിത്രം, പാപാപഹമായിരിക്കുന്ന ചരിത്രം, അത് കേട്ടു. രാമാവതാരം 2 അധ്യായങ്ങളിലൂടെ ആണ് ശ്രീ ശിവബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തത്. അത് ഓർമ്മിപ്പിക്കുകയാണ് സൂതൻ. പിന്നെ പറഞ്ഞു നിമിയുടെ ശരീരപരിത്യാഗം, ജനകന്മാര് എന്നു പേരുള്ള രാജാക്കന്മാരുടെ കഥ, അതും അവിടെ സൂചിപ്പിച്ചു. പിന്നെയോ അത് കഴിഞ്ഞ് 15-ാമത്തെയും 16-ാമത്തെയും അധ്യായത്തിൽ പറയുന്ന
രാമസ്യ ഭാർഗവേന്ദ്രസ്യ നിക്ഷത്രകരണം ഭുവ ഐളസ്യ സോമവംശസ്യ യയാതേർ നഹുഷസ്യ ച. ഭൃഗുകുലത്തിൽ ജനിച്ച ആ പരശുരാമൻ ഭൂമിയിലുണ്ടായ ദുഷ്ടന്മാരെ മുഴുവൻ, നിക്ഷത്രകരണം ഭുവ, ഭൂമിയിലുണ്ടായ ദുഷ്ടരാജാക്കന്മാരെ, ക്ഷത്രിയ വംശത്തെ മുഴുവൻ നശിപ്പിച്ചതായിട്ടുള്ള കഥ. പിന്നെ ചന്ദ്രവംശത്തിൽ പുരൂരവസിൻ്റെ കഥ, യയാതിയുടെ കഥ, നഹുഷന്റെ കഥ. ഐളസ്യ സോമവംശസ്യ യയാതേർ നഹുഷസ്യ ച. സോമവംശസ്യ ഐളസ്യ, സോമവംശത്തിൽപ്പെട്ട ചന്ദ്രവംശത്തിൽപ്പെട്ട ഐളന്റെ കഥ. ആരാ ഇളൻ? ഇളയിൽ നിന്നുണ്ടായവൻ. അതുകൊണ്ട് പുരൂരവസിനുള്ള പേരാണ് ഐളൻ. അതേപോലെ തന്നെ യയാതിയുടെയും നഹുഷന്റെയും കഥ. ദൗഷ്യന്തേർ ഭരതസ്യാപി ശന്തനോസ്തൽസുതസ്യ ച യയാതേർ ജ്യേഷ്ഠപുത്രസ്യ യദോർവംശോനുകീർത്തിത. പിന്നെ ദുഷ്യന്തപുത്രനായിരിക്കുന്ന ഭരതൻ, ശന്തനു, അദ്ദേഹത്തിൻ്റെ പുത്രനായ ഭീഷ്മര്, യയാതിയുടെ ജ്യേഷ്ഠപുത്രൻ ആയിരിക്കുന്ന യദു, തുർവസു, അനു, ദ്രുഹ്യു, പൂരു, ഇങ്ങനെ 5 പുത്രന്മാരാണ് ദേവയാനിയിലും ശർമ്മിഷ്ഠയിലുമായിട്ട് ഉണ്ടായത്, അല്ലേ? അപ്പോൾ ആ യയാതിയുടെ കഥ, അതിൽ ജ്യേഷ്ഠപുത്രനായ യദുവിൻ്റെ വംശം, യദുവംശത്തിൽപ്പെട്ട ആളുകളുടെ കഥകൾ, ഇങ്ങനെ എല്ലാ കഥകളും, ഇപ്പോൾ പറഞ്ഞ കഥകൾ മുഴുവൻ നവമസ്കന്ധത്തിലെ കഥകളാണ്. അപ്പോൾ ഈ 26ാമത്തെ ശ്ലോകത്തോടു കൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുകയാണ്. നാളെ 27ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ അവതാരരംഗം വർണ്ണിക്കുന്നു. കൃഷ്ണനായി അവതരിക്കുന്നത് അത് ദശമസ്കന്ധത്തിലാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക. ആ രംഗങ്ങളൊക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ആരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു.
കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു.
സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയാം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.